The shaded portion in the figure. Figure ആദ്യം സൈഡിൽ വരച്ചിട്ടുണ്ട്. 2 സർക്കിൾ വരയ്ക്കാം. അതിൻ്റെ അകത്തൊരു സർക്കിൾ. ഈ സർക്കിളിന്റെ ഇടയ്ക്കത്തെ പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. രണ്ട് കോൺസെൻട്രിക് സർക്കിൾ വരയ്ക്കാം. ആ സർക്കിളിന്റെ ഇടയ്ക്കത്തെ പോർഷൻ ഷെയ്ഡ് ചെയ്യാം. Question: the shaded portion in the figure shows a circular path enclosed by 2 concentric circles. ഒരേ സെൻറ്ററുള്ള സർക്കിളിനെയാണ് കോൺസെൻട്രിക് സർക്കിൾസ് എന്ന് പറയുന്നത്. The shaded portion in the figure shows a circular path enclosed by 2 concentric circles. ഇതൊരു ഫസ്റ്റ് സർക്കിൾ, മറ്റേത് രണ്ടാമത്തെ സർക്കിൾ. ഇത് രണ്ടിനെയും സെൻറ്റർ സെയിം ആയതുകൊണ്ടാണ് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. If the inner circumference of the path is 176 meter and the uniform if the inner circumference of the path is 176 meter and the uniform width of the circular path is 3.5 meter. If the inner circumference of the path is 176 meter and the uniform width of the circular path is 3.5 meter, find the area of the path. Question ശരിക്കും മനസ്സിലാക്കണം. തന്നിരിക്കുന്നത് രണ്ട് കോൺസെൻട്രിക് സർക്കിളിന്റെ ഇടയ്ക്കത്തെ പാത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം if the inner circumference of the path is 176 meter, അകത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട് 176 meter ആണ്. And the uniform width of the circular path എന്ന് പറയുന്നത് 3.5. അപ്പൊ ഇതിന് അതായത് നമ്മൾ ഇങ്ങനെ ഫിഗർ വരച്ചേക്കുന്നതിൻ്റെ അകത്ത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ റേഡിയസിന്റെ കൂട്ടത്തിൽ ഈ 3.5 കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ രണ്ടാമത്തെ റേഡിയസ് കിട്ടിയല്ലേ. അപ്പൊ ഈ ഒരു വിഡ്ത്ത് ആണ് 3.5 എന്ന് തന്നേക്കുന്നത്. ഇങ്ങോട്ട് വരുന്നത് ഈ സർക്കുലർ പാത്തിന്റെ വിഡ്ത്ത് ആണ് 3.5 മീറ്റർ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അകത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട്, ഈ വിഡ്ത്തും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏരിയ ഓഫ് ദ പാത്ത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഈ ഏരിയ ഓഫ് ദ പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി അകത്തെ സർക്കിളിന്റെ ഏരിയയും പുറത്തെ സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിച്ച് ആ രണ്ട് ഏരിയയും കൂടെ കുറച്ചാൽ പോരെ. അകത്തെ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഷെയ്ഡ് ചെയ്യാത്ത പോർഷനാണ് നമുക്ക് കിട്ടുന്നത്. പുറത്തെ സർക്കിൾ എന്ന് പറയുമ്പോൾ അകത്തെ മൊത്തം കിട്ടും. അതിൽ നിന്ന് ഈ ഷെയ്ഡ് ചെയ്യാത്ത റീജിയൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ സർക്കുലർ പാത്ത് കിട്ടും. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ചെറിയ സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കണം, ഫുൾ സർക്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കണം. ഫുൾ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം. ഇന്നർ സർക്കംഫറൻസ് ഓഫ് ദ പാത്ത്, ലെറ്റ് ദ radius of inner circle BR given inner circumference is equal to inner circumference തന്നിട്ടുണ്ട്. inner circumference is equal to 176 meter തന്നിട്ടുണ്ട്. അപ്പം radius of the inner circle R ആണ്. radius നമ്മൾ R എന്ന് എടുത്തു. അതിന്റെ ഇന്നർ സർക്കംഫറൻസ് 176. അപ്പൊ 2πr ആണ് 176 നമുക്ക് എടുത്തേക്കുന്നത്. അപ്പൊ 2 into 22/7 into r is equal to 176. അപ്പൊ r എന്ന് പറയുന്നത് 176 into 7 divided by 2 into 22 എന്ന് വരും. അപ്പൊ നമുക്ക് ഇതിനെ 11 വെച്ച് വെട്ടുവാണ്. ഇവിടെ 1
16 4 കൂടെ വെട്ടുമ്പോൾ 4 into 7 28 എന്ന് കിട്ടും. അപ്പൊ 28 മീറ്റർ ആണ് നമ്മുടെ ഇന്നർ റേഡിയസ്. Therefore inner radius is equal to 28 meter. Given width of the circular path is equal to 3.5 meter. Circular path in the width 3.5 meter. Therefore radius of the outer circle. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ട് ഈ റേഡിയസ് നമുക്ക് അറിയാം. അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 28. ഈ ലെങ്ത് 3.5. അപ്പം നമുക്ക് ഇത് 3.5 ആണ്. ഈ റേഡിയസ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ 3.5 ഈ റേഡിയസും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം റേഡിയസ് ഓഫ് ദ ഔട്ടർ സർക്കിൾ is equal to 28 plus 3.5. ഇവിടെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. നമ്മൾ റേഡിയസ് ആണ് നോക്കുന്നത്. മറ്റേ റെക്ടാങ്കിളിലൊക്കെ കേസിൽ നമ്മൾ ലെങ്ത് നോക്കുമ്പോൾ രണ്ട് സൈഡിലും വ്യത്യാസമുണ്ട്. ഇത് സർക്കുലർ പോർഷൻ ആയതുകൊണ്ട് നമുക്ക് റേഡിയസ് നോക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത്രയും പോർഷൻ മാത്രമല്ലേ കൂടുന്നുള്ളൂ. അപ്പോൾ ഒരു 3.5 ആഡ് ചെയ്താൽ മതി. അപ്പോൾ റേഡിയസ് ഓഫ് ദ ഔട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാൽ 28 plus 3.5. അപ്പം 31.5 എന്ന് വരും. Therefore area of inner circle ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ആർ സ്ക്വയർ. അപ്പം പൈ ഇൻറ്റു 28 സ്ക്വയർ വരും. ഏരിയ ഓഫ് ഔട്ടർ സർക്കിൾ പൈ ഇൻറ്റു 31.5 സ്ക്വയർ വരും. അപ്പം നമുക്ക് ഇന്നർ സർക്കിളിൻ്റെ ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? ഏരിയ ഓഫ് ദി സർക്കുലർ പാത്ത് ആണ്. Therefore area of the circular path area of outer circle minus area of inner circle. outer circle എന്ന് പറയുന്നത് പൈ ഇൻറ്റു 31.5 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു 28 സ്ക്വയർ. കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അപ്പം പൈ ഇൻറ്റു 31.5 സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു 28 സ്ക്വയർ ചെയ്യുമ്പോൾ 654.5 മീറ്റർ സ്ക്വയർ ആയിട്ട്. അത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സർക്കുലർ പാത്തിൻ്റെ ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം തന്നിരുന്നത് ഈ ഇന്നർ സർക്കിളിൻ്റെ സർക്കംഫറൻസ് മാത്രമേ ഉള്ളൂ. ഇന്നർ സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ നിന്ന് നമ്മൾ ആദ്യം എന്താണ് ആ ഇന്നർ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചു. 2πr ഈക്വൽ ടു 176 നിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 6 കണ്ടുപിടിച്ചു. 6 കിട്ടിക്കഴിഞ്ഞാൽ ഈ സർക്കുലർ പാത്തിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 3.5. അപ്പോൾ ഔട്ടർ സർക്കിളിൻ്റെ റേഡിയസ് കാണാൻ വേണ്ടി ഈ വിഡ്ത്തും ഈ ഇന്നർ റേഡിയസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 31.5 എന്ന് കിട്ടി. അപ്പോൾ സർക്കുലർ പാത്തിൻ്റെ ഏരിയ കാണാൻ വേണ്ടി ഇന്നർ സർക്കിളിൻ്റെ ഏരിയയും ഔട്ടർ സർക്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചിട്ട് ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ മൈനസ് ഇന്നർ സർക്കിൾ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ സർക്കുലർ പാത്ത് കിട്ടും.